സോഷ്യലിസ്റ്റ് ടോക്കൺ എന്നാൽ ഈ ഭരണകൂടത്തെ ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലജ്ജയാണ് തോന്നുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനങ്ങളിലും അവിടെ പ്രതിഷേധിക്കുന്നത് നാം കാണുന്നതാണ്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള കേരളം എന്ന് പറയുന്നത് ലക്ഷദ്വീപ് പോലെ ഒരു ചെറിയ പ്രദേശമല്ലല്ലോ. അവിടെയുള്ള ഓരോ സമരവും നമ്മൾ കാണുന്നുണ്ട്. അവിടുത്തെ സെക്രട്ടേറിയറ്റിലേക്ക് സമരം നടത്തുന്നു, വിവിധ ജില്ലകളിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് സമരങ്ങൾ നടത്തുന്നു. അവിടെ ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു എന്ന് പോലും അവിടുത്തെ പോലീസിന് പോലും കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല.
എന്നിരുന്നാൽ പോലും അവിടെയും ഇതുവരെയായിട്ട് പ്രതിഷേധിക്കുവാനുള്ള ഈ അവസരങ്ങളിൽ അവകാശം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ നിങ്ങൾ നോക്കണം, ഈ കേവലം 1 ലക്ഷത്തിൽ പരം വരുന്ന ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന ഈ ലക്ഷദ്വീപിലെ ചെറിയ തുരുത്തുകളിൽ ഓരോ ദ്വീപിലേക്കും എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടിയ ഒരു ദ്വീപിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 20,000-ഓളം വരുന്ന ആൾക്കാർ മാത്രമാണ്. ബാക്കിയുള്ളവർ അതിലും കുറവാണ് മറ്റു ദ്വീപുകളിലൊക്കെ. അങ്ങനെയുള്ള സ്ഥലത്ത് പോലും ഒരു സ്ഥലത്ത് അവിടെ വരുന്ന പ്രതിഷേധത്തെ പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ഒരുപാട് കോടിക്കണക്കിന് രൂപ ശമ്പളം നൽകിക്കൊണ്ട് ഇവിടുത്തെ IAS-കാരെയും IPS-കാരെയും എന്തിനു വേണ്ടിയാണ് നിയമിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതുപോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്കാരെ വെച്ചുകൊണ്ട് ഇന്ത്യ എങ്ങനെയാണ് ശക്തമാവുക? ലജ്ജ തോന്നുകയാണ് നിങ്ങളെ ഓർക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഭരണകൂടത്തോട് പറയാനുള്ളത്, ഒരിക്കൽ മഹാനായ ജനാധിപത്യ പോരാളിയായിട്ടുള്ള നെൽസൺ മണ്ടേല പറയുകയുണ്ടായി, ജനങ്ങൾക്ക് അവരുടെ പ്രതിഷേധങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, ആ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഒരിക്കലും ആ നിഷേധിക്കപ്പെടുന്നത് ഒരു തളർച്ചയായിട്ട് മാറുകയില്ല, ആ ജനങ്ങൾക്ക് ഊർജം നൽകുകയേ ഉള്ളൂ എന്ന് മഹാനായ നെൽസൺ മണ്ടേല പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അതുപോലെ തന്നെയാണ് ഭരണകൂടം. ഓർക്കുക, നിങ്ങൾ എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടോ, ആ അടിച്ചമർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഉയരത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഭരണകൂടത്തിനെ ഓർമ്മപ്പെടുത്തട്ടെ.